യു.ഡി.എഫിന്റെ തീരുമാനം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി വിപുലീകരിക്കണമെന്നാണ്. അതിനുവേണ്ടി അവർ ആദ്യമായി ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസിനെയാണ്. അതോടൊപ്പം തന്നെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായി പല പാർട്ടികളുണ്ട്. അവരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ യു.ഡി.എഫിന് കഴിയുമോ? അടൂർ പ്രകാശ് യു.ഡി.എഫ് കൺവീനർ ആയപ്പോൾ തന്നെ പറഞ്ഞു മുന്നണി വിപുലീകരണത്തെക്കുറിച്ച്. ഇതിൻ്റെ ചർച്ചകളൊക്കെ അനൗദ്യോഗികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ ലീഗ് മുൻകൈയെടുത്താണ്. അടൂർ പ്രകാശ് ഇങ്ങോട്ട് വിളിച്ചാലും അവിടെ നിന്ന് വിടണ്ടേ? അത് ശരിയാണ്, ഇങ്ങോട്ട് വിളിച്ചാലും കാരണം അതിനുള്ളൊരു സാഹചര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏറ്റവും ആദ്യം പറയും കേരള കോൺഗ്രസ്. പക്ഷെ കേരള കോൺഗ്രസ് മാത്രമല്ല അതൃപ്തിയോടുകൂടി നിൽക്കുന്നത്. അതൃപ്തിയുടെ പ്രശ്നമല്ല. ഇപ്പൊ കേരള കോൺഗ്രസിന് വലിയ ഡിമാൻഡുണ്ട്. എങ്ങനെ വന്നാലും യു.ഡി.എഫിലേക്കായാലും എൽ.ഡി.എഫിലേക്കായാലും. പക്ഷേ ഈ ഒറ്റയാൾ പട്ടാളങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ ഭരണത്തിന്റെ നിഴലിലെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരൊക്കെ അങ്ങ് ഇല്ലാതായി പോകും. ഇപ്പൊ ഒറ്റയാൾ പട്ടാളം എന്ന് പറയുമ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ്, പിന്നെ ആന്റണി രാജു, പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കോൺഗ്രസ് എസ്, അത് പിന്നെ അദ്ദേഹം ഇനി മത്സര രംഗത്തൊന്നുമില്ല. അത് ഇനി അതിനകത്ത് എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും അവരെയും ക്ഷണിക്കും. പിന്നെ കോവൂര്, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ള, അത് നമുക്ക് പ്രതീക്ഷയില്ല. ഗണേശൻ അക്കാര്യത്തിൽ ഇത്തിരി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ RJD, പിന്നെ NCP, ഇതൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഭരണമില്ലെന്നുണ്ടെങ്കിൽ പോക്കാണെന്നേ. കാരണം പിന്നെ അടുത്ത 5 വർഷം പിന്നെ വളരെ സൈലന്റ് ആയി പോകും. പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്കും ആ പാർട്ടി ചിലപ്പോൾ കാണാത്ത അവസ്ഥയിലാകും. പിന്നെ അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ RSP നേരിടുന്നത്. ഒരു MP ഉള്ളത് കൊണ്ട് പിടിച്ചു പോകുന്നു. അതെ, RSP എന്തായാലും ഇനിയിപ്പോ ഇവിടെ വിട്ടു പോകത്തില്ല. അതിനിടയ്ക്ക് LDF നോക്കുന്നുണ്ടായിരുന്നു പ്രേമേന്ദ്രനെ മാറ്റി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ. പക്ഷെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെയും പൊതുവായ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് കേരളം UDF-ലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി BJP കുറച്ച് സീറ്റ് പിടിച്ചാൽ പോലും UDF-നാണ് കൂടുതൽ സാധ്യത എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് ചേക്കേറും. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി തന്നെ എടുത്ത് നോക്കേ, അവർ കുറേ സമയമായിട്ട് ചില കാര്യങ്ങൾ ഈ പുറത്ത് ചാടാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാരിന് മേൽ LDF മുന്നണിയിൽ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വന്യജീവി പ്രശ്നത്തിന്റെ പേരിലും തെരുവുനായ് പ്രശ്നത്തിന്റെ പേരിലും സഭ അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന്. ഇത് മുന്നണിയിൽ കത്ത് കൊടുത്തു, എന്നിട്ട് അവർക്ക് മറുപടി കൊടുത്തിട്ടില്ല. ഇതുവരെ ചേരുമെന്നോ ചേരില്ല എന്നോ കത്ത് കൊടുത്തിട്ടില്ല. അത് വലിയ അതൃപ്തി അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ RJD, ഇവരൊക്കെ ഇപ്പൊ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിയമസഭാ സീറ്റിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പിന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുക, അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ. ബാർഗെയിനിങ് ആണ് അവർ ലക്ഷ്യമിടുന്നത്. അല്ല, കുറച്ചു നാൾ മുൻപ് തന്നെ ഒരു കാര്യം വന്നിരുന്നു. LDF-മായി ബന്ധപ്പെട്ട് CPM-മായി ബന്ധപ്പെട്ട് അവരുടെ നേതൃത്വം പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയാണ്. കേരള കോൺഗ്രസ് പല രീതിയിൽ പ്രകോപിപ്പിക്കാൻ നോക്കും, അതിലൊന്നും വീഴരുത് എന്നായിരുന്നു ഒരു നിർദ്ദേശം. അപ്പോൾ മറ്റൊരു പ്രകോപനമല്ലേ നിരന്തര സീറ്റുകൾ ചോദിക്കുന്നത്? അതെ, നിരന്തരം സീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ CPM വഴങ്ങിയെന്നും വരാം. കാരണം അവർക്ക് ചില കാര്യങ്ങളൊക്കെ പ്രതികൂല സാഹചര്യങ്ങളെ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൂടുതൽ സീറ്റ് കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പായിട്ടാണ് അവർ UDF വിട്ടു വരുന്നത്, അവരും RJD-യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നോക്കണം, കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ നേതൃയോഗം സെക്രട്ടേറിയറ്റ് ചേർന്നു. അതേ അവസരത്തിൽ തന്നെ കോഴിക്കോട്ട് RJD-യുടെ സംസ്ഥാന നേതൃയോഗവും നടന്നു. രണ്ടിലും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം സീറ്റ് കൂടുതൽ ചോദിക്കുക എന്നാണ്. സീറ്റ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ RJD വ്യക്തമായിട്ട് പറഞ്ഞു മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നു. പക്ഷെ RJD മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും അവർക്ക് ഒരു ജാള്യതയുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ടേക്ക് വന്നു, LDF-ലേക്ക് വന്നു, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ ഇവരെ പൊതുവെ അങ്ങ് മുദ്ര കുത്താനുള്ള സാധ്യത ഉണ്ടോ? വിജയിക്കുന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടെന്നേ. ഇപ്പം ഘടകകക്ഷികളും ഇവരെയൊക്കെ തന്നെ LDF-ൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവരാൻ ലീഗ് നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്.
ഇപ്പൊ CPIയെയും വിളിച്ചു, രണ്ട് കൈ നീട്ടി വിളിച്ചിരിക്കുക. ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതല്ല, ഇതെല്ലാം കൂടി ഇങ്ങോട്ട് UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? 140 സീറ്റല്ലേ ഉള്ളൂ. 140 സീറ്റ് വെച്ച് ഇതിന് ആനുപാതികമായിട്ട് നോക്കുമ്പോൾ 21, മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേരാണ്. എല്ലാ കാലത്തും വിട്ടുവീഴ്ച ചെയ്യുന്നത് കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യും, എങ്ങനെയെങ്കിലും അധികാരത്തിൽ വന്നാൽ മതി, അത്രയും ഒരു ചിന്ത. കോൺഗ്രസും അതിനേക്കാൾ കൂടുതലായിട്ട് വിട്ടുവീഴ്ച ചെയ്യാനായിട്ടാണ് ഇപ്പൊ ലീഗും നിൽക്കുന്നത്. ലീഗും തയ്യാറെടുത്ത് നിൽക്കുക, വരുന്നവരെല്ലാം വരട്ടെ. കാരണം അവർക്ക് സംശയം ഭരണം എങ്ങാനും കിട്ടാതെ പാളിപ്പോകുമോ എന്നുള്ളത്. കാരണം ഒരു മുൾമുനയിൽ നിൽക്കുകയാണ്. കാരണം അത്തരത്തിലൊരു സംശയം ഉണ്ടാകാൻ കാരണം BJP ഇവിടെ സ്പേസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഭരണവിരുദ്ധ തരംഗമുണ്ട്, UDF തന്നെ നേട്ടം കൊയ്യും എന്നും പറയുന്നുണ്ട്. ഇത് പിന്നെ UDF അധികാരത്തിൽ വരുമെന്നും ലീഗ് ആയിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള വിവരം വെള്ളാപ്പള്ളി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി തുടരെ മുസ്ലിം വിഭാഗത്തിനെയും മലപ്പുറത്തിന് കൊട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തും ഏതിനും എന്നെ കത്തിച്ചാലും ശരി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളി പറയുന്നതൊക്കെ തന്നെ ശരിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി ഇങ്ങനെ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുമ്പോൾ എന്ത് ചെയ്യും? ക്രൈസ്തവ സഭകൾ എന്ത് ചെയ്യും? പിന്നെ UDF-ൽ നിന്ന് അകലാൻ ഉള്ള വോട്ടുകളെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ UDF-ലല്ല BJP-യിലോട്ട് ക്രൈസ്തവ സഭ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളതും കൂടി മാറാൻ വേണ്ടിയാണ്. അത് ഒരുപക്ഷെ പിണറായി വിജയനുമായിട്ട് ചേർന്നുള്ള ഒരു കളി തന്നെ ആയിരിക്കാം. അപ്പൊ പിന്നെ ഇവിടെ ലീഗ് അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി രഹസ്യ നീക്കം പലതും നടത്തുന്നുണ്ട്. ഈ ഘടകകക്ഷികളും ഒക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ജോസ് കെ മാണിയുമായിട്ട്. ഈ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം PJ ജോസഫിന്റെ മകൻ അബു ജോസഫ് പറയുകയുണ്ടായി. അതെന്താണെന്നറിയാമോ? ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു അവർ താഴോട്ടായി പോകും. അവർക്ക് ഇപ്പൊ 2 MLA. ഇവരതല്ല, ഇവരൊന്നും കൂടെ ശക്തമാണ്. പക്ഷെ അതിന് 1 മാസം മുമ്പ് PJ ജോസഫ് പറയുകയുണ്ടായി കേരള കോൺഗ്രസ് ഒന്നിക്കണം എന്ന്. പക്ഷെ ഇപ്പൊ അബു പറയുന്നത് കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വന്നാൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്ന്. പക്ഷെ വലിയ നേട്ടം ഉണ്ടാകുമെന്നുള്ളതാണ് സെൻട്രൽ ട്രാവൻകൂറിൽ അതിന്റെ ഗുണം LDF-ന് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞാലിക്കുട്ടി പിന്നെ ഇത്തരത്തിലുള്ള രഹസ്യ നീക്കം നടത്തുന്നു. CPI ഒഴികെയുള്ള ഘടകകക്ഷികളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. CPI എന്തായാലും വരാനുള്ള സാധ്യതയൊന്നുമില്ല. അവരൊരുപാട് അതൃപ്തരാണ്. ഈ ഘടകകക്ഷികളെക്കാൾ കൂടുതൽ അതൃപ്തരാണ് CPI. ഇപ്പൊ നോക്കിയ CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം പിണറായി വിജയൻ സർക്കാരിനെതിരെ നിശ്ചിത വിമർശനം ഉയർന്നു. പിണറായി വിജയൻ സർക്കാർ എന്നാണ് പറയുന്നത്, LDF സർക്കാർ എന്നല്ല പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ആലപ്പുഴയിലാണ് അവരുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. അവിടെ അതിനിശ്ചിതമായ വിമർശനം ഉയരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാർട്ടികളെല്ലാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം LDF-ന് തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ UDF-ലേക്ക് പോകും. അതെ, അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയുമ്പോൾ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായാലും നവംബർ ഡിസംബർ വരെ ആകുന്നുണ്ടല്ലോ. പിന്നെ ഉള്ളത് ഒരു 3-4 മാസമാണ്. അതിനിടയ്ക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് വരിക. അപ്പോൾ എന്തായാലും ഇവർ CPI ഒഴികെയുള്ള ഘടകകക്ഷികളെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് ഏറെക്കുറെ വിജയിക്കും. കാരണം പിന്നെ എന്തായാലും ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒറ്റയാൾ പട്ടാളത്തിനൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ എന്താ പിന്നെ വലിയ നേട്ടമല്ലേ? ഇപ്പൊ ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു 2.5 വർഷക്കാലം മന്ത്രിയായിട്ടിരുന്നു. ഇതുപോലെ ഘടകകക്ഷികൾക്കൊക്കെ തന്നെ വീതം വെക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ ഇവരെ എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് എങ്ങനെ? കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസും ലീഗും അവരെന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം, കോംപ്രമൈസ് ചെയ്യണം അവരുടെ ചില സീറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ അറിയത്തില്ല, ഈ ഘടകകക്ഷികൾ ഇങ്ങോട്ട് പോരുമ്പോൾ മാണി ഗ്രൂപ്പിൽ ചിലപ്പോൾ കേരള കോൺഗ്രസ് അവിടെ വെച്ച് പിളരാനുള്ള സാധ്യതയും കൂടുതലാണ്. റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു പിളർപ്പുണ്ടാകും എന്ന് വേണമെങ്കിലും കരുതാം. പിന്നെ കേരള കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്ക് അതിലൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല. അവർ പിളർന്നുകൊണ്ട് ഇരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഇപ്പൊ തന്നെ കേരള കോൺഗ്രസ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പലതും അഭിപ്രായം പറയുന്നുണ്ട്. സഭകൾ പോലും
സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സഭയുടെ അഭിപ്രായം കൂടെ തേടിയിട്ടേ കേരള കോൺഗ്രസ് മറുഭാഗത്തേക്ക് പോവുകയുള്ളൂ. അത് എന്തായാലും UDFിൻ്റെ നീക്കം അത് അവർ വളരെ ആസൂത്രിതമാണ്, അതിൻ്റെ വളരെ രഹസ്യ നീക്കവുമാണ്.